കടൽ തീരത്ത് ഒ.വി. വിജയൻ. വെള്ളായപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്നു കൂട്ട നിലവിളി ഉയർന്നു. അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിലും അതിനുമപ്പുറത്ത് മുത്തുരാവുത്തൻ്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി, വിഷാദവാന്മാരായി. ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറയിലെ 50-ൽ ചില്വാനം കുടിലുകളിൽ അത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. വെള്ളായപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. വെള്ളായപ്പൻ്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയേടത്തിയും മുത്തുവണ്ണനും നാഗേലച്ചനും കോമ്പിപ്പൂശാരിയും പിന്നെ പാഴുതറയിലുള്ളവരത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിനു വേണ്ടിയായിരുന്നു. വെള്ളായപ്പൻ കുടിയിരിപ്പുകൾ വിട്ട് നെടുവരമ്പത്തൂടെ പാടം മുറിച്ചു നടന്നു. പിന്നിൽ നിലവിളി അകന്നു ശമിച്ചു. ഇപ്പോൾ നെടുവരമ്പ് വിട്ട് വെള്ളായപ്പൻ പറമ്പിലേക്ക് കയറി. പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു. ദൈവങ്ങളെ, തമ്പിരാക്കന്മാരെ, വെള്ളായപ്പൻ വിളിച്ചു. ചവിട്ടടിപ്പാതയ്ക്ക് ഇരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റുപിടിച്ചു. പട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളായപ്പന് അന്നാദ്യമായി അപരിചിതമായി തോന്നി. പനംപട്ടകൾ സംസാരിക്കുന്നത് പോലെ, പനംപട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ. തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിൻ്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി. തൻ്റെ കോടച്ചി ഈ ചോറുപൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. കണ്ണുനീരിൻ്റെ ഓതം തോർത്തിൻ്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു. തീവണ്ടി ആപ്പീസെത്താൻ ഇനിയും 4 കല്ലു നടക്കണം. കുറച്ച് നടന്നപ്പോൾ കുട്ടിയസൻ മാപ്പിള എതിരെ വരുന്നു. കുട്ടിയസൻ മാപ്പിള ആദരവോടെ വഴിമാറി നിന്നു. വെള്ളായിയേ, മാപ്പിള പറഞ്ഞു. മരക്കാരെ, വെള്ളായപ്പൻ പ്രതിവചിച്ചു. അത്രമാത്രം. 2 വാക്കുകൾ, പേരുകൾ. എന്നാൽ ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളായപ്പനും കുട്ടിയസൻ മാപ്പിളയും അറിഞ്ഞു. മരക്കാരെ, നിങ്ങൾക്ക് ഞാൻ 15 റുപ്പിക കടം വീട്ടാനുണ്ട്. അല്ല, 15 റുപ്പികയും 4 അണയും. വെള്ളായി ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത്. മരക്കാരെ, ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല. വീടാത്ത കടങ്ങൾ പടച്ചവൻ്റെ സൂക്ഷിപ്പുകളാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എൻ്റെ ഉള്ളു പൊട്ടുന്നു, എൻ്റെ പ്രാണൻ പറയുന്നു. പടച്ചവൻ തുണയ്ക്കട്ടെ, മുത്തുനബി തുണയ്ക്കട്ടെ, നിൻ്റെയും എൻ്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ. കരിമ്പനപ്പട്ടകളിലെ കാറ്റ് ദൈവസാന്ദ്രമായി. കുട്ടിയസൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായപ്പൻ യാത്ര തുടർന്നു. ഇനിയും 4 കല്ല് നടക്കണം. വഴിയിൽ പിന്നെയും ഒരഭിമുഖം. നീലിമണ്ണാത്തി. അലക്കിയ തുണികളുടെ കെട്ട് ചുമലിൽ ഞാത്തി എതിരെ വന്ന നീലിമണ്ണാത്തി നീലി വഴിമാറി നിന്നു. വെള്ളായിച്ചോ, അവൾ പറഞ്ഞു. അത്രമാത്രം. നീലിയേ, വെള്ളായപ്പൻ പറഞ്ഞു. അത്രമാത്രം. 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയ്ക്ക് സാന്ത്വനത്തിൻ്റെ നിറവ്. വെള്ളായപ്പൻ നടന്നു. ചവിട്ടടിപ്പാത വെട്ടുവഴിയിൽ ചേർന്നു. വെള്ളായപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു. വെട്ടുവഴി പുഴയിലേക്കിറങ്ങി. പുഴ കടന്നു മേട് കയറിയാൽ പിന്നെ തീവണ്ടിയാപ്പീസിലേക്കുള്ള വഴിയാണ്. പുഴമണലിൽ നിന്ന് വെള്ളായപ്പൻ പുഴവെള്ളത്തിലേക്കിറങ്ങി. കാൽവണ്ണയെ തഴുകിക്കൊണ്ട്, പരൽമീനുകളെ പേറിക്കൊണ്ട് പുഴയൊഴുകി. പുഴയുടെ നടുക്കെത്തിയപ്പോൾ കുളിയുടെ അനുഭവം വെള്ളായപ്പനെ തളർത്തി. അപ്പൻ്റെ ശവത്തെ കുളിപ്പിച്ചത്, മകനെ അവൻ്റെ കുട്ടിക്കാലത്ത് കുളത്തിൽ കുളിപ്പിച്ചത്, ഇളം ചൂടുള്ള വെള്ളം, അതൊക്കെയും ഓർമ്മിപ്പിച്ചു. പുഴ കടന്ന് അപ്പുറത്തെ മേട് കയറുവോളം വെള്ളായപ്പൻ കരഞ്ഞു. തീവണ്ടി ആപ്പീസിലെത്തിയ വെള്ളായപ്പൻ ചീട്ടു വാങ്ങുന്നിടത്ത് വരിയിൽ നിന്നു. ഉടുമുണ്ടിൻ്റെ കോന്തലയഴിച്ച് പണം പുറത്തെടുത്തു. കണ്ണൂര്, വെള്ളായപ്പൻ പറഞ്ഞു.
ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനലിലൂടെ പുറത്തേക്കിട്ടപ്പോൾ യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയതുപോലെ വെള്ളായപ്പന് തോന്നി. ചീട്ടിനെ മുണ്ടിൻ്റെ കോന്തലയിൽ കെട്ടി വെള്ളായപ്പൻ പടവ് കയറി പ്ലാറ്റ്ഫോറത്തിലെത്തി ബെഞ്ചിൽ വണ്ടിക്കായി കാത്തിരുന്നു. അകലെ സൂര്യൻ താഴുന്നു. ഇരുണ്ടു തുടങ്ങുന്ന കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്നു കൂടുപറ്റുന്നു. മുണ്ടകപ്പാടത്തിൻ്റെ വരമ്പത്ത് തൻ്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിൻ്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളായപ്പൻ ഓർത്തു. അസ്തമയത്തിലൂടെ പാടത്തിലേക്ക് ഇറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ ഓർത്തു. 2 ചിത്രങ്ങൾ, അവയ്ക്കിടയിൽ 2 പേരുകൾക്കിടയിലെന്ന പോലെ, 2 വാക്കുകൾക്കിടയിലെന്ന പോലെ എന്തിൻ്റെയൊക്കെയോ നിറവ്. ബെഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്ത് വന്നിരിപ്പുറപ്പിച്ച ഒരു കാരണവർ ചോദിച്ചു, കോയമ്പത്തൂർക്കോ? കണ്ണൂർക്ക്, വെള്ളായപ്പൻ പറഞ്ഞു. ഞാൻ കോയമ്പത്തൂർക്കാണ്. ഓ, കണ്ണൂർ വണ്ടി 10 മണിയാകും. ഓ, കണ്ണൂരെന്താ പണി? വിചേഷിച്ചൊന്നുമില്ല, വെറുതെ പോകാണ്. അപരിചിതൻ്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പൻ്റെ കഴുത്തിൽ ചുറ്റിമുറുകി. പാഴുതറയുടെ നെടുവരമ്പ് കടന്നാൽ ലോകം മുഴുവൻ അപരിചിതമാണ്. ലോകം മുഴുവൻ അപരിചിതരാണ്. അപരിചിതരുടെ താൽപ്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി. കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വരികയാൽ ബെഞ്ചിൽ സമീപത്തിരുന്ന കാരണവർ എഴുന്നേറ്റുപോയി. വെള്ളായപ്പൻ തനിച്ചായി. ചോറുപൊതി അഴിക്കാൻ തോന്നിയില്ല. തുവർത്തിലൂടെ പുറത്തേക്ക് കുതിർന്ന അതിൻ്റെ നനവിൽ കൈവച്ചുകൊണ്ട് വെള്ളായപ്പൻ ഇരുന്നു. അങ്ങനെ ഇരുന്നുറങ്ങി. ഉറക്കത്തിൽ കിനാവ് കണ്ടു. കിനാവിൽ വെള്ളായപ്പൻ പറഞ്ഞു, കണ്ടുണ്ണിയേ, മകനേ. തീവണ്ടിയുടെ ചീറ്റലും നടുക്കവും വെള്ളായപ്പനെ ഉണർത്തി. വെള്ളായപ്പൻ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. മുണ്ടിൻ്റെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെയുണ്ടോ എന്ന് നോക്കി നിജം വരുത്തി. പതുക്കെ വണ്ടിയിലേക്ക് നടന്നു. ഒഴിവ് കണ്ടിടത്ത് കയറാൻ നോക്കി. ഇതൊന്നാം ക്ലാസ് ആണ് കാർന്നോരെ. തന്നെ. അപ്പുറത്തെ പെട്ടിയിൽ റിസർവ്ഡ് ആണ്. തന്നെ. അപ്പുറത്ത് നോക്കിക്കോളൂ കാർന്നോരെ. അപരിചിതരുടെ സ്വരങ്ങൾ. ഒടുവിൽ ഒരു പെട്ടിയിൽ കയറിക്കൂടി. ഇരിക്കാനിടമില്ല. പിടിച്ചു നിൽക്കാം. ഞാൻ നിന്നുകൊള്ളാം. എനിക്ക് ഉറങ്ങേണ്ട. ഈ രാത്രിയിൽ എൻ്റെ മകൻ ഉറക്കമിളയ്ക്കുന്നു. തീവണ്ടിയുടെ താളം നിലമാറുന്നതിനനുസരിച്ച് അതിൻ്റെ താളഭേദം, വഴിവിളക്കുകൾ, പുഴമണൽ തിട്ടുകൾ, മരങ്ങൾ. വളരെ മുമ്പൊരിക്കലാണ് തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളത്. പകലിൻ്റെ വെളിച്ചത്തിൽ. ഇത് രാത്രി വണ്ടിയാണ്. മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ചുവരുകളുള്ള ഒരു തുരങ്കത്തിലൂടെ അത് പായുന്നു.